ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധനവില വർധനവും കാരണം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ 100ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സ് സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി വിളിച്ചു ചേർത്ത മന്ത്രിതല ചർച്ച പരാജയം. സമരം തുടരുമെന്ന് UNA. സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേയിലെ കരാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങൾ. അവഗണന പതിവായതോടെ പണിമുടക്കി ജീവനക്കാർ. അപകട ഭീഷണി സൃഷ്ടിച്ചു നിന്ന അയ്യന്തോളിലെ ബഹുനില കോർപ്പറേഷൻ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങി. ആശങ്ക അകലുന്നതിന്റെ ആശ്വാസത്തിൽ വ്യാപാരികളും യാത്രക്കാരും. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം. തൃശൂർ കുന്നംകുളം റോഡ് പുറ്റേക്കരയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോയും സ്വീഡനെ തകർത്ത് ഫ്രാൻസും. ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകൾ. വാർത്തകൾ വിശദമായി. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധനവില വർധനവും കാരണം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ ട്രിപ്പുകൾ വെട്ടിക്കുറച്ചു. 100ഓളം സർവീസുകൾ നിർത്തി. വരുമാന നഷ്ടം മൂലം പ്രതിസന്ധി അതിരൂക്ഷമായതോടെയാണ് പ്രിയദർശിനി സർവീസുകളുള്ള റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത്. മിക്ക റൂട്ടുകളിലും രാവിലെയും വൈകിട്ടും മാത്രമായി സർവീസ് ചുരുക്കി. തൃശൂരിൽ നിന്ന് പാലക്കാട്, ഗോവിന്ദാപുരം, കൊഴിഞ്ഞാമ്പാറ, ഗുരുവായൂർ, എറണാകുളം, ചാലക്കുടി, മാള, തൃശൂർ, ആമ്പല്ലൂർ, കൊടുങ്ങല്ലൂർ, മാള തുടങ്ങിയ റൂട്ടുകളിലാണ് ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത്. ഇതിനിടയിലാണ് ജില്ലയിലുള്ള 1300ഓളം സ്വകാര്യ ബസ്സുകളിൽ 100ഓളം ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചത്. പ്രിയദർശിനി സർവീസുകൾ 25% സ്വകാര്യ ബസ്സുകളെ നേരിട്ടും 50% ബസ്സുകളെ ഭാഗികമായും ബാധിച്ചുവെന്നും തൊഴിലാളികൾക്ക് പൂർണ്ണമായി ശമ്പളം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നും ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ VS പ്രദീപ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ ഏകദേശം 1500ഓളം സർവീസുകളിൽ ഈ പ്രിയദർശിനി സർവീസ് വന്നതോടുകൂടി ഏകദേശം 25% ബസ്സുകൾക്ക് നേരിട്ട് തന്നെ പ്രിയദർശിനി സർവീസ് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50% ബസ്സുകൾക്ക് ഭാഗികമായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതോടുകൂടി യാത്രക്കാരുടെ എണ്ണം പരമാവധി കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സുകളൊക്കെ ഇന്ന് വലിയ നഷ്ടത്തിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഡീസലിൻ്റെ വില വർധനവ് കൂടി ആയതോടു കൂടിയിട്ട് ബസ് സർവീസ് മേഖല ജില്ലയിലാകെ സ്തംഭനത്തിൻ്റെ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടിയെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. ദിവസവും 1000 മുതൽ 3000 രൂപ വരെയാണ് നഷ്ടം. ജില്ലയിലെ 4000ഓളം തൊഴിലാളികളെയും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10000ഓളം ആളുകളെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. അടുത്ത ആഴ്ച നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ മോട്ടോർ മേഖലയിലെ എല്ലാ സംഘടനകളുമായി ചേർന്ന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും VS പ്രദീപ് പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ അത് KSRTCയിൽ കൊടുത്ത പോലെ തന്നെ സ്വകാര്യ ബസ്സുകളിലും സൗജന്യം കൊടുക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും സ്ത്രീകൾക്ക് സൗജന്യം ലഭ്യമാകും. അതിന് KSRTCക്ക് സീറോ ടിക്കറ്റിംഗ് കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ ബസ്സുകളിലും സീറോ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്ത് KSRTC കൊടുക്കുന്ന ആനുകൂല്യം ഞങ്ങൾക്കും തന്നു കഴിഞ്ഞാൽ ഞങ്ങളും ഇതിൻ്റെ ഭാഗമായി നിൽക്കാൻ തയ്യാറാണ്. ഞങ്ങളും സൗജന്യം കൊടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV തൃശൂർ. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സ് സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി വിളിച്ചു ചേർത്ത മന്ത്രിതല ചർച്ച പരാജയം. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, K മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയാണ് പരാജയപ്പെട്ടത്. വെള്ളിയാഴ്ച മുതൽ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഒരാഴ്ചയ്ക്കകം വീണ്ടും ചർച്ച വിളിക്കാമെന്നും മന്ത്രിമാർ അറിയിച്ചു. നീതി ലഭിക്കും വരെ സമരം തുടരുമെന്ന് UNA നേതാക്കൾ വ്യക്തമാക്കി.
മന്ത്രിമാരുമായി ചർച്ച തുടരുമെന്ന് UNA നേതാക്കൾ പറഞ്ഞു. വേതന വർധന ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരം 107 ദിവസം പിന്നിട്ടു. അതേസമയം അമല ജൂബിലി ആശുപത്രികളിലെ സമരത്തിന്റെ പേരിൽ തൃശൂർ അതിരൂപത അധ്യക്ഷനെയും ആക്ഷേപിക്കുന്ന ചില കേന്ദ്രങ്ങളുടെ സംഘടിത ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് അതിരൂപത നേതൃയോഗം വ്യക്തമാക്കി. സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്കും ബാധകമാകുന്ന മിനിമം വേജസ് പരിഷ്കരണം അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കാനും സമരം അവസാനിപ്പിക്കാനും സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് നേതൃയോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ഡിജിറ്റൽ റിസർവേയിലെ കരാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങൾ. അവഗണന പതിവായതോടെ പണിമുടക്കി ജീവനക്കാർ. മഴയും വെയിലും മറന്നുള്ള കഠിനാധ്വാനം, പക്ഷേ ശമ്പളമില്ല. കേരളത്തിലെ ഡിജിറ്റൽ സർവേയിൽ വർക്ക് ചെയ്യുന്ന ഹെൽപ്പർമാരുടെയും ഡ്രൈവർമാരുടെയും സർവേയർമാരുടെയും അവസ്ഥയാണിത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 888 കോടി രൂപ അനുവദിച്ച പദ്ധതി 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. ഇതിനായി കരാർ അടിസ്ഥാനത്തിൽ വില്ലേജ് തലത്തിൽ സർവേയർമാരെയും ഹെൽപ്പർമാരെയും ഡ്രൈവർമാരെയും നിയമിച്ചു. ശമ്പള കാര്യങ്ങൾ തുടക്കത്തിൽ മുടക്കമില്ലാതെ കിട്ടിയെങ്കിലും പിന്നീട് വൈകി തുടങ്ങി. പലപ്പോഴും അത് കിട്ടാതായി. ഇപ്പോൾ ശമ്പള കുടിശ്ശിക 4 മാസമായി. തൃശ്ശൂർ ജില്ലയിൽ മൊത്തമുള്ള എല്ലാ സർവേയർമാരും എല്ലാ CHമാരും എല്ലാ ഡ്രൈവേഴ്സും കൂടിയിട്ടുണ്ട്. 4 മാസം ശമ്പളം ഇവിടെ കിട്ടാത്തത്. അപ്പോൾ ആ കിട്ടാത്ത ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങളൊരു പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻസർ എന്ന നിലയിൽ നമുക്കൊന്നും കിട്ടാത്ത സാഹചര്യത്തിലായ കാരണമാണ് നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇതിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. സൂപ്രണ്ട് മുതൽ വകുപ്പ് മന്ത്രിയെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ ജൂൺ മാസത്തിൽ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ സമയമാണ്. അപ്പം നമുക്ക് കുട്ടികൾക്ക് ഒരു പുതിയ സാധനം പോലും മേടിച്ചു കൊടുക്കാം. അവർക്കൊരു കൊട അല്ലെങ്കിൽ ബാഗ്, ബുക്സ് ഇതുവരെ മേടിച്ചു കൊടുക്കാൻ നമ്മൾ കടം മേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ 1-2 മാസത്തേക്ക് നമുക്ക് കടം മേടിക്കാം. പക്ഷെ നമ്മൾ എത്ര ദിവസത്തേക്ക് കടം മേടിക്കണം എന്ന് നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പായിട്ടില്ല. യാതൊരുവിധ പരിരക്ഷയുമില്ലാതെയാണ് സമ്മർദ്ദവും അത്യന്തം കാഠിന്യവും നിറഞ്ഞതുമായ ഇവരുടെ ജോലി. മഴയാണെങ്കിലും അങ്ങനെ ഏത് റേഞ്ച് കാർഡായാലും എന്തായാലും ഞങ്ങൾക്കൊരു പരിരക്ഷയില്ല, ഇൻഷുറൻസ് പരിരക്ഷയില്ല. എന്താ അപകടം സംഭവിച്ചാലും ഞങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്തു പോകണം. ശമ്പളവും ഇല്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ട് ഞങ്ങൾക്ക്. ഇന്ധനവില വർധന ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്ന ഡ്രൈവർമാർക്ക് ശമ്പള മുടക്കം ഇരട്ടി പ്രഹരമായി. 2022 മുതൽ കരാറടിസ്ഥാനത്തിൽ വാഹനം ഓടുന്നവരാണ് ഞങ്ങൾ. ഈ വാഹനങ്ങൾക്ക് 4 മാസമായിട്ട് കൃത്യമായ വാടകയോ ഡീസലിനുള്ള ഫണ്ടോ ഒന്നും തരുന്നില്ല. ഒരു വില്ലേജിലേക്കായിട്ട് നമ്മളെ എടുക്കുക, എന്നിട്ട് 4-5 വില്ലേജുകൾ ഓടാനായിട്ട് അവർ നമ്മളെ നിർബന്ധിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പീഡനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 8-10 CSമാരും അതേപോലെ തന്നെ ഹെൽപ്പർമാരും കൂടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എത്ര ചാലുവ പോകണം, ഓരോ ഹൈ റേഞ്ച് ഏരിയയിൽ പോയാൽ അത്ര ഡീസൽ ചെലവും കാര്യങ്ങളും ഇതേമാതിരി പിന്നെ ഇന്ധന വർധനവും എല്ലാതായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. നിവർത്തിയില്ലാതായതോടെയാണ് ശമ്പള കുടിശ്ശികയിൽ പരിഹാരം ആവശ്യപ്പെട്ട് ജീവനക്കാർ കളക്ടറേറ്റ് പടിക്കൽ പണിമുടക്കി പ്രതിഷേധിച്ചത്. മേലധികാരികൾ നമുക്ക് ഇവിടുന്ന് ഏപ്രിൽ 10-ാം തീയതി വരെയുള്ള സാലറി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു പേപ്പർ മറ്റൊന്നും ആയിട്ടില്ല. ഇനിയെങ്കിലും നടപടിയായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്കും നീങ്ങേണ്ടി വരും. ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും വനിതകളാണ്. ഈ പ്രതിഷേധം കൊണ്ടെങ്കിലും ആവശ്യത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ചെയ്യുന്ന ജോലിക്ക് കൂലി, അത്രയേ ഉള്ളൂ ഇവരുടെ ആവശ്യം. അതും മുടങ്ങാതെ കിട്ടുക. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. അവഗണന അകന്നതോടെ അപകട ഭീഷണി സൃഷ്ടിച്ചു നിന്ന തൃശൂരിലെ ബഹുനില കോർപ്പറേഷൻ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങി. ആശങ്ക അകലുന്നതിന്റെ ആശ്വാസത്തിൽ വ്യാപാരികളും യാത്രക്കാരും. ബലക്ഷയത്താൽ അപകടാവസ്ഥയിലാണെന്ന് പലകുറി പരിശോധിച്ച് വിദഗ്ധർ റിപ്പോർട്ട് നൽകിയ തൃശൂർ കോർപ്പറേഷന്റെ അയ്യന്തോളിലെ ബഹുനില കെട്ടിടമാണ് ഒടുവിൽ പൊളിച്ചു നീക്കി തുടങ്ങിയത്. പലപ്പോഴും സീലിംഗ് ഉൾപ്പെടെ പൊളിഞ്ഞു വീണും മറ്റും നിരവധി അപകടങ്ങളും ഉണ്ടായ കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 10 വർഷത്തിലധികം പഴക്കമുണ്ട്. എന്നാൽ സാങ്കേതികത്വത്തിൽ കുരുങ്ങി പുനർനിർമ്മാണം പോയിട്ട് പൊളിച്ചു നീക്കൽ പോലും നടന്നില്ല. നഗരത്തിലെ തന്നെ പല പഴകിയ കെട്ടിടങ്ങളും കനത്ത മഴയിലും മറ്റും പൊളിഞ്ഞു വീണതോടെയാണ് അപകടാവസ്ഥയിലുള്ള പഴയ കുടുംബ കോടതി കെട്ടിടത്തിന് പുനർജന്മം നൽകുന്നതിലെ തടസ്സങ്ങൾ നീക്കൽ വീണ്ടും സജീവമായത്. ഡിവിഷൻ കൗൺസിലർ കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസന്റെ നിരന്തരമായ ആവശ്യവും നടപടികൾക്ക് വേഗം കൂട്ടി. എഞ്ചിനീയറിംഗ് കോളേജ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കുകയും അതിന് രേഖകൾ മൂലം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാരുടെ മേത്തേക്ക് ആ ബിൽഡിങ്ങിന്റെ ഓരോ ഭാഗങ്ങൾ ഇടുങ്ങി പൊളിങ്ങി വീണ്, പ്ലാസ്റ്റർ അടക്കം ഇടുങ്ങി പൊളിങ്ങി വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് തന്നെ ഒരുപാട് കൗൺസിലിൽ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ഒന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ ഭരണസമിതി വന്നപ്പോൾ ആദ്യമേ തന്നെ
തന്നെ എടുത്ത തീരുമാനമാണ്. അയ്യന്തോൾ പുഴയ്ക്കൽ പ്രധാന പാതയോട് ചേർന്നുള്ള കെട്ടിടത്തിലെ വ്യാപാരികളെ സമീപത്തെ കോർപ്പറേഷന്റെ തന്നെ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിച്ചാണ് പൊളിച്ചു നീക്കൽ ആരംഭിച്ചത്. ബലക്ഷയത്തെ തുടർന്ന് ഒട്ടുമിക്ക വ്യാപാരികളും സ്വയമേ നേരത്തെ ഒഴിഞ്ഞു പോയിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഉണ്ടായിരുന്ന 16 ആളുകളും അയ്യന്തോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടേക്ക് മാറ്റുകയും നമ്മളവിടെ സംരക്ഷിച്ചു. അധികം വൈകാതെ തന്നെ പുതിയൊരു ബിൽഡിംഗ് ഈ സ്ഥലത്ത് തന്നെ നമ്മൾ പണിത് അവർക്കായിട്ട് സമർപ്പിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. പഴയ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കിയ ശേഷം സമീപത്തെ ഗ്രൗണ്ടിന്റെ വിസ്തൃതി കുറയ്ക്കാതെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. വ്യാപാരികൾക്കും യാത്രികർക്കും എന്തിനേറെ പറയുന്നു, സമീപത്തെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നവർക്ക് വരെ അപകട ഭീഷണിയായി ഈ ബലക്ഷയം സംഭവിച്ച കെട്ടിടം നിലനിൽക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിലധികമായി. ഇപ്പോഴാണ് അധികാരികൾക്ക് കണ്ണു തുറന്നത്. ഇനിയെങ്കിലും ഇത്തരം അനാസ്ഥ ആവർത്തിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം തൃശൂർ കുന്നംകുളം റോഡ് പുറ്റേക്കരയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇത് തൃശൂർ കുറ്റിപ്പുറം റോഡിലെ പുറ്റേക്കര ജംഗ്ഷൻ. പ്രദേശവാസികളിൽ പലരും ഇവിടെ വിളിക്കുന്നത് സുമതി വളവ് എന്നാണ്. കാരണം ഇവിടെ ദിവസവും അപകടങ്ങൾ പതിവാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു റോഡിൻ്റെ വീതി. ഇവിടെ ഒരു ബസ്സിന് കടന്നു പോകാൻ സാധിക്കും. ഈ റോഡ് പിന്നീട് വീതി കുറഞ്ഞ് ഒരു ബൈക്കിന് മാത്രം കടന്നു പോകാവുന്ന വീതിയിലേക്ക് മാറുമ്പോൾ വാഹനങ്ങളുമായി വരുന്നവർക്ക് അറിയില്ല ഈ റോഡ് ഇങ്ങനെ ഇവിടെ പെട്ടെന്ന് മാറുന്നു എന്നുള്ളത്. മാത്രമല്ല ഈ റോഡ് അരികിനോട് ചേർന്ന് വലിയ താഴ്ചയാണ്. ചെറിയ വാഹനങ്ങൾ മറിയാനും സാധ്യത കൂടുതലാണ്. റോഡ് വീതി കുറയുന്നു എന്ന ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അപകടങ്ങൾ കുറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഡിവൈഡറിലിടിച്ച് വീതി കുറഞ്ഞ റോഡിലേക്ക് വന്ന് ഈ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ അപകടം സംഭവിച്ച ഒരു കാറാണ് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ദിവസവും ഇതുപോലെയുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഒരു കാറ് ഇതിലുള്ളവർ രക്ഷപ്പെടുന്നത്, പലരുടെയും ജീവൻ പോലും തിരിച്ചു കിട്ടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരു കാർ ഇവിടെ ഇടിച്ച് ഈ കാനയിലേക്ക് വന്ന ദൃശ്യമാണ് ഈ കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക്, പ്രദേശവാസികൾക്കെല്ലാം ഈ അപകടങ്ങൾ ഇപ്പോൾ നിത്യസംഭവങ്ങളായി മാറിക്കഴിഞ്ഞു. കാരണം ഇവർ പറയുന്നത് ഒരു വണ്ടി വന്നാൽ പോലും അവിടെ വലിയ ബ്ലോക്കാണ്, അതുപോലെ തന്നെ അപകടങ്ങളും തുടർച്ചയായ അപകടങ്ങളല്ലേ? തുടർച്ചയായ അപകടങ്ങളാണ്. ഒന്ന്, ബസ്സുകാർ റോഡിലേക്ക് കയറ്റിയിട്ടാണ് നിർത്തുന്നത്, സൈഡ് ഇറക്കണില്ല. അപ്പോൾ അവർ അതിൻ്റെ ഒരു ബ്ലോക്ക്. മറ്റേ ആംബുലൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ബ്ലോക്കാണ് ഇവിടെ ഉണ്ടാവണത്. അവർ ബസ് ഒന്ന് ഒതുക്കി നിർത്തിയാൽ മറ്റുള്ള വണ്ടികൾക്ക് കടന്നു പോകാൻ സൗകര്യമുണ്ട്. ഒപ്പം തന്നെ ഈ സൈഡ് എഡ്ജ് മണ്ണിറക്കിയിട്ടില്ല, റോഡ് പണി കഴിഞ്ഞു, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. മണ്ണിറക്കാത്ത എഡ്ജ്, വളരെയധികം എഡ്ജാണ്. എഡ്ജ് ഒരുപാട് വണ്ടികളാണ് ഈ സ്പോട്ടിൽ വരുന്നു. അപകടങ്ങൾ, ഒരുപാട് അപകടങ്ങളാണ്, സ്ഥിരം അപകടം. ആ വഴിന്ന് വരുന്നവർക്ക് ആ എഡ്ജിലടിച്ച് ഇപ്പുറത്തെ ഡിവൈഡറിലൂടെ കയറി ഇപ്പുറത്തെ തല്ലിക്ക് സ്ഥിരമായിട്ട് ഇതാണ് സംഭവം. അപകടങ്ങൾ ആളുകൾക്ക് കൂടുതൽ പേർക്ക് പറ്റാത്ത എന്തോ ഭാഗ്യം കൊണ്ടെന്ന് പറയാം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഈ വാഹനം കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോയിരുന്ന വാഹനമാണ്. കടന്നു പോകുമ്പോൾ ഈ ഡിവൈഡറിലിടിച്ച് തിരിഞ്ഞു വന്ന് ഇവിടേക്ക് ഈ കാനയിൽ വീണ് കിടക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ റോഡ് വീതി കൂട്ടാനായി, സ്ഥലം ഏറ്റെടുക്കാനായി കോടിക്കണക്കിന് രൂപ അനുവദിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാവുക തന്നെ ചെയ്യും. പുറ്റേക്കര ജംഗ്ഷനിലെ ഈ ദുരിതം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും പറയാനുള്ളത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകളാണ്.
പാപ്പാന്മാരുടെ പ്രത്യേക പരിപാലനവും പോഷകാഹാരങ്ങളടങ്ങിയ ഭക്ഷണവുമാണ് സുഖചികിത്സാ കാലത്തെ പ്രത്യേകത. അരി, ചെറുപയർ, മുതിര തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിലെടുത്ത് ആയുർവേദ വിധിപ്രകാരം അഷ്ടചൂർണം, ചെവനപ്രാശം എന്നിവയും വൈറ്റമിൻ ഗുളികകളും ചേർത്ത ചോറുരുളയാണ് സുഖചികിത്സാ സമയത്ത് ആനകൾക്ക് നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഓരോ ആനകളുടെയും തൂക്കവും ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് മരുന്നുകൂട്ടുകളുടെ അളവുകൾ നിശ്ചയിക്കുന്നത്. ആനകളുടെ തൂക്കവും തേജസ്സും വർദ്ധിക്കുമെന്നതിനാലാണ് വർഷക്കാലത്ത് സുഖചികിത്സ നടത്തുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം തേച്ചുകുളിയും പ്രത്യേകതയാണ്. ദേവസ്വത്തിലെ മുൻനിര ആനകളായ നന്ദൻ, ഇന്ദ്രസേനൻ തുടങ്ങി 14 ആനകൾ നീരിലാണ്. ഈ ആനകൾക്ക് മദപ്പാടിൽ നിന്ന് അഴിച്ച ശേഷമായിരിക്കും സുഖചികിത്സ നൽകുക. ആനത്താവളത്തിന്റെ വടക്കേ മുറ്റത്ത് ആനകളെ നിരയായി നിർത്തിയ ശേഷം ജൂനിയർ വിഷ്ണുവിന് ആദ്യ ചോറുരുള നൽകി റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആനത്താവളത്തിന്റെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ നമുക്ക് ഈ കർക്കിടക മാസത്തെ എങ്ങനെയാണോ നമ്മളെല്ലാം ചികിത്സയ്ക്ക് പോകുന്നത് അതേപോലെ തന്നെയാണ് ആനയുടെ ആ സംഭവം കൂടി ചെയ്യാനുള്ളവരാണ്. അടുത്ത വർഷം നമ്മൾ ആന ചികിത്സ നടക്കുമ്പോൾ കുണത്തൂർ കോട്ട ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ നന്നായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗുരുവായൂർ ദേവസ്വം ആഗ്രഹിക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോ ബന്ധാര വരുന്ന ഒരു ഹോസ്പിറ്റലിൽ പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആനയ്ക്കുള്ള ഹോസ്പിറ്റൽ, ഇവിടുത്തെ അടിസ്ഥാനപരമായ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണമോ അതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പുണത്തൂർ കോട്ട നവീകരിക്കുന്ന കാര്യം ഉൾപ്പെടെ അടുത്ത വർഷം സുഖചികിത്സ ഇന്നും ഫലപ്രദമായിട്ട് നന്നായിട്ട് വലിയ തൃശ്ശൂർ പൂരം പോലെ ഒരു ഉത്സവമായിട്ട് തന്നെ ഇവിടെ നടത്താൻ ആണ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ, ജീവധനം വിദഗ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ MLA PM മാധവന്റെ ഭൌതിക ശരീരം തൃശൂർ DCCയിൽ പൊതുദർശനത്തിന് വെച്ചു. പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എറണാകുളത്ത് നിന്ന് DCC ഓഫീസ് അങ്കണത്തിലെത്തിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ മുൻ DCC അധ്യക്ഷന്മാരും KPCC DCC ഭാരവാഹികളും ചേർന്ന് ഭൗതിക ശരീരത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചതിന് ശേഷം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് റീത്ത് സമർപ്പിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, AICC സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ആരോഗ്യമന്ത്രി K മുരളീധരൻ തുടങ്ങിയവർക്ക് വേണ്ടി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് റീത്ത് സമർപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CPM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, MS സമ്പൂർണ്ണ, മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസ്, AICC സെക്രട്ടറി TN പ്രതാപൻ, കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് CP മാത്യു, മുൻ DCC പ്രസിഡന്റുമാർ, UDF ഘടകകക്ഷി നേതാക്കൾ, KPCC DCC ഭാരവാഹികൾ, കോർപ്പറേഷൻ കൗൺസിലർമാർ, കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് കൃത്യം 4 ഭൗതിക ശരീരം മുണ്ടൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 വരെ വസതിയിലെ പൊതുദർശനത്തിന് ശേഷം 2 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. TCV തൃശൂർ. കോൺഗ്രസിലെ ആദർശ രാഷ്ട്രീയത്തിലെ ഒരു കണ്ണിയെയാണ് PM മാധവന്റെ നിര്യാണത്തോടെ നഷ്ടമാകുന്നത്. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെയും തൊഴിലാളി സംഘടനകളുടെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച P മാധവൻ രാഷ്ട്രീയത്തിന് അതീതമായ വലിയൊരു സൗഹൃദത്തിന്റെ ഉടമ കൂടിയാണ്. സൗമ്യമായ പെരുമാറ്റവും ലളിതമായ ജീവിതശൈലിയുമാണ് PA മാധവൻ എന്ന നേതാവിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയത്. ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ ബാക്കിപത്രമായി സ്വന്തം വീടും പുരയിടവും വിൽക്കേണ്ടി വന്നപ്പോഴും ആദർശ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങളിൽ അണുവിട വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിൽ മാധവേട്ടനായി അദ്ദേഹം നിറഞ്ഞു നിന്നു. ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ ചില ഘട്ടങ്ങളിലെല്ലാം പ്രശ്നപരിഹാരത്തിന്റെ തെളിനീർ നൽകാൻ PA മാധവനുണ്ടായിരുന്നു. ആറ്റിക്കുറുക്കിയ വാക്കുകളിലൂടെ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നേതാക്കൾ ശിരസാ വഹിച്ചു. ആ വാക്കുകൾക്ക് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും വില കൽപ്പിച്ചിരുന്നു. P അച്യുതനായരുടെയും പാർവതി അമ്മയുടെയും മകനായി 1946 സെപ്റ്റംബർ 14 മുണ്ടൂരിലായിരുന്നു ജനനം.
13 വയസ്സ് മുതൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹം വിമോചന സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, UDF ജില്ലാ ചെയർമാൻ, DCC പ്രസിഡന്റ്, സീതാറാം മിൽ ഡയറക്ടർ, മാള സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ, തൃശൂർ മത്സ്യ വിൽപ്പന സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2011 മുതൽ 2016 വരെ നിയമസഭയിൽ മണലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഒടുവിൽ 80-ാം വയസ്സിൽ വിട പറയുമ്പോൾ PA മാധവൻ എന്ന പൊതുപ്രവർത്തകൻ ബാക്കിവെക്കുന്നത് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലെ നിസ്വാർത്ഥമായ സേവന വഴികളാണ്. പുതുതലമുറയ്ക്കുള്ള വഴിവിളക്ക് കൂടി ആ ജീവിതം കൊളുത്തിവെക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. അന്തരിച്ച മുതിർന്ന നേതാവിനെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, AICC സെക്രട്ടറി TN പ്രതാപൻ എന്നിവർ അനുസ്മരിച്ചു. ഏറെ ദുഃഖമുണ്ട് മാധവേട്ടൻ്റെ വിയോഗത്തിൽ. നമുക്കറിയാം, മാധവേട്ടൻ മുൻ MLA, മണലൂർ മുൻ MLA, അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം DCC വൈസ് പ്രസിഡൻ്റായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കേറെ അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ ഒരു വെൽവിഷർ കൂടിയായിരുന്നു മാധവേട്ടൻ. അതുകൊണ്ട് തന്നെ മാധവേട്ടൻ്റെ വിയോഗത്തിൽ ഏറെ ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. മാധവേട്ടൻ്റെ വിയോഗം എന്ന് പറയുന്നത് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾക്കൊരു മാർഗദർശി പോലെയാണ്. കാരണം പ്രതിസന്ധികൾ അതിജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു വൈഭവം പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹമില്ലാത്ത ഒരു ജില്ലയിലെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വലിയ ശൂന്യതയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒന്നായിട്ട് തന്നെ എന്നും നിലനിൽക്കും. വളരെ കഠിനാധ്വാനത്തിലൂടെ ഒരു സാധാരണ ജീവിത ചുറ്റുപാടിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ വികാരം ഹൃദയത്തിൽ തട്ടി വന്ന ആളാണ് ശ്രീ PA മാധവൻ. അദ്ദേഹം യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച കാലം, പ്രത്യേകിച്ച് ബസ്സിൽ പോയി പട്ടിണി കിടന്ന് സാധാരണ പ്രവർത്തകൻ്റെ തോളിൽ കൈയിട്ട് അവരെ കൂടെ നടന്ന് ഇന്ന് കാണുന്ന ഈ ആധുനിക ലോകത്തിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്തെ ത്യാഗം സഹിച്ച തലമുറയിൽപ്പെട്ട ആളുകൂടിയാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി വരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ശ്രീ മാധവേട്ടൻ. ആരുടെ മുഖത്ത് നോക്കിയും കാര്യങ്ങൾ പറയാൻ ആർജവത്വം കാണിക്കുന്ന ആളും കൂടിയായിരുന്നു മാധവേട്ടൻ. പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ ഈ അപകടത്തോടു കൂടിയ മരണം തൃശ്ശൂരിലെ കോൺഗ്രസ്സിന് വലിയ നഷ്ടമാണ്. ഞങ്ങളുടെ നേതൃനിരയിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. മാധവേട്ടന് ഇതിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. അത് ഏത് കാലത്തും അദ്ദേഹം തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരുടെ ഹൃദയത്തിനകത്ത് സ്വന്തം ജ്യേഷ്ഠനെ പോലെ, സഹോദരനെ പോലെ ജീവിക്കും എന്നും. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെയും നവജാത ശിശുവിന്റെയും പോസ്റ്റ്മോർട്ടം നടത്തി. യുവതിയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. യുവതി ഹൃദയാഘാതത്തെ തുടർന്നും കുഞ്ഞ് മഷിയിറങ്ങിയിട്ടുമാണ് മരിച്ചത്. എടമുട്ടം സ്വദേശിനി കൊല്ലാറ വീട്ടിൽ 28 വയസ്സുള്ള ജ്യോതിയെയും നവജാത ശിശുവിനെയുമാണ് കഴിഞ്ഞ ദിവസം ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത യുവതിയുടെ സുഹൃത്തിനെ പോലീസ് വിട്ടയച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്.
രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചു. 19 കിലോഗ്രാം LPG സിലിണ്ടറിന് 183 രൂപയാണ് കുറച്ചത്. പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്നായിരുന്നു വാണിജ്യ LPG സിലിണ്ടർ വർദ്ധിപ്പിച്ചിരുന്നത്. നേരത്തെ വാണിജ്യ LPG വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കിയിരുന്നു. വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുമ്പുള്ള നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചിരുന്നു. 77ാം പിറന്നാൾ ആഘോഷിച്ച തൃശൂർ ജില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഭാവിയുടെ വികസന സാധ്യതകളിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ നാട്. ചെണ്ടപ്പുറത്ത് കോലുവീഴുന്ന ഇടങ്ങളിലെല്ലാം ആവേശസമുദ്രത്തിൽ ആൾത്തിര ആഞ്ഞടിക്കുന്ന നാട്. ലോകം മുഴുവൻ കണ്ണയക്കുന്ന തൃശൂർ പൂരത്തിന്റെ പേരും പെരുമയും കൊണ്ട് പുകൾപ്പെട്ട ശക്തന്റെ തട്ടകം. പുലികളുടെ രൗദ്രഭാവങ്ങൾ കടും ചായം പൂശുന്ന കുമ്മാട്ടിക്കൂട്ടങ്ങളുടെ ഉത്സവതാളം കേൾക്കുന്ന മണ്ണ്. 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്ന സാംസ്കാരിക പാരമ്പര്യം തൊങ്ങൽ ചാർത്തുന്ന ഭൂപ്രദേശം. മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിലെ സമുദ്ര കവാടം വാതിൽ തുറന്നിരുന്നത് ഭാരതമെന്ന രാജ്യത്തേക്ക് കൂടിയായിരുന്നു. AD 82 തോമാസ് ലീഹ ആ മണ്ണിൽ കാലുകുത്തുമ്പോൾ ക്രിസ്തുമതം യൂറോപ്പിൽ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ ഹൈന്ദവ വേദധാരയും ബുദ്ധമതവും ഈ മണ്ണിൽ വേരുറപ്പിച്ചിരുന്നു. ഇസ്ലാം മതവും ജൂതമതവും ഇന്ത്യയിലേക്ക് കാലെടുത്തു വെച്ചതും ഈ കവാടം തുറന്നാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയവും ക്രിസ്ത്യൻ ദേവാലയവും സ്ഥാപിക്കപ്പെട്ടതും ഇവിടെ തന്നെ. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന് ആധുനിക മുഖം നൽകിയത്. വൃത്താകൃതിയിലുള്ള നഗരകേന്ദ്രവും തൃശൂർ പൂരവുമെല്ലാം അദ്ദേഹത്തിന്റെ ആശയങ്ങളായിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1949 ജൂലൈ 1 തൃശൂർ ജില്ല നിലവിൽ വന്നത്. 1956 കേരളപ്പിറവിക്ക് ശേഷം ജില്ലയ്ക്ക് ചില മാറ്റങ്ങളുണ്ടായി. അന്ന് തൃശൂരിൽപ്പെട്ടിരുന്ന ചിറ്റൂർ താലൂക്ക് പാലക്കാട് ജില്ലയോട് ചേർത്തു. പഴയ മലബാർ പ്രദേശമായിരുന്ന ചാവക്കാട് ഉൾപ്പെടുന്ന പൊന്നാനി താലൂക്കിന്റെ ചില ഭാഗങ്ങൾ തൃശൂരിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കേരളത്തിന്റെ തെക്കേ അറ്റത്തു നിന്നും വടക്കേ അറ്റത്തു നിന്നും ഏകദേശം ഒരേ ദൂരത്തിൽ സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു എന്നതാണ് തൃശൂരിന്റെ ഏറ്റവും വലിയ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. വിസ്തൃതമായ വനഭൂമികളും മലനിരകളും ജലസമൃദ്ധമായ നദികളും ഇടനാടൻ സമതലങ്ങളും മനോഹരമായ കടൽത്തീരങ്ങളും കൊണ്ട് സമ്മിശ്രമായ ഭൂപ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ജില്ല വൻ വികസന സാധ്യതകളിലേക്കാണ് വാതിൽ തുറക്കുന്നത്. ആ പ്രതീക്ഷകളുടെ ചിറകിലേറി പുതുവഴികളിലേക്ക് കാൽവയ്ക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ന്യൂസ് ഡെസ്ക് TCV. അതിരപ്പിള്ളി തോട്ടപ്പുര വ്യൂ പോയിന്റിൽ വീണ വിനോദസഞ്ചാരിയെ മലയ്ക്കപ്പാറ പോലീസും വനം വകുപ്പ് വാച്ചറും ചേർന്ന് രക്ഷപ്പെടുത്തി. പാവർട്ടി സ്വദേശി കാരമക്കിൽ വീട്ടിൽ 55 വയസ്സുള്ള അർജുനനെയാണ് രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. വ്യൂ പോയിന്റിൽ കാഴ്ചകൾ കാണുന്നതിനിടെ അബദ്ധത്തിൽ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. അഗാധമായ ഗർത്തത്തിലേക്ക് വീണ അർജുനന്റെ നിലവിളി കേട്ട് എത്തിയവരാണ് പോലീസിലും വനം വകുപ്പിലും വിവരം അറിയിച്ചത്. 30 അടി താഴ്ചയിലേക്ക് വീണ അർജുനനെ മലയ്ക്കപ്പാറ SI ജെയ്സനും വനംവകുപ്പ് വാച്ചർ ഗിരീഷും വിനോദസഞ്ചാരികളുടെ വാഹനം ഓടിച്ച ബസ് ഡ്രൈവർ അനുരാജും ചേർന്നാണ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. നിസാര പരിക്കേറ്റ അർജുനനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ച് നിയമസഭ. പേരുമാറ്റത്തിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയ ബില്ലിന്റെ കരട് നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചു. കേരള നിയമസഭ അംഗീകരിച്ച കരട് ബിൽ രാഷ്ട്രപതിയുടെ അനുമതിയോടെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ളതിനാൽ ഇരുസഭകളിലും പാസാക്കിയ ശേഷമാകും തുടർ നടപടികൾ. പേരുമാറ്റം നിലവിൽ വരാൻ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്യേണ്ടിവരും. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ വിവിധ ഓഫീസുകളുടെ ബോർഡുകൾ, മുദ്രകൾ, ലെറ്റർ പാഡുകൾ, വെബ്സൈറ്റുകൾ, ആപ്പുകൾ എന്നിവയെല്ലാം മാറ്റേണ്ടിവരും. കോടികളാണ് സർക്കാരിന് ചെലവാക്കേണ്ടിവരിക. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് രാജൻ ജെ പല്ലൻ MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കാതെയാണ് നിലവിലെ കെട്ടിടം പൊളിച്ചുകളഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും നിലവിലെ പ്ലാനിൽ മാറ്റം വരുത്തണമെന്നും രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് 9 മാസങ്ങൾക്ക് മുമ്പ് ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞത്. സർ, അവിടുത്തെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് അവിടെ ക്യാൻറ്റീൻ നടത്തിയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പണം മുടക്കി ഒരു ഷീറ്റ് ഇട്ട സ്ഥലത്താണ് സാർ അവിടെ യാത്രക്കാർ നിൽക്കുന്നത്. ഇതുവരെ ടെൻഡർ വിളിച്ചിട്ടില്ല, ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി 3 ഏക്കർ 22 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്. അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ യാത്രക്കാർക്ക് 9 മാസമായി വെയിലത്തും മഴയത്തുമാണ് യാത്രക്കാർ നിൽക്കുന്നത്. വളരെ ശോചനീയാവസ്ഥയാണ് തൃശ്ശൂർ KSRTCയുടെ അവസ്ഥ. സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് ഗതാഗത മന്ത്രി CP ജോൺ മറുപടി നൽകി. സ്ഥലം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയും ബസ് സ്റ്റാൻഡുമാണല്ലോ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ്. പക്ഷേ അവിടെ ഒരു സാങ്കേതിക പ്രശ്നത്തിൻ്റെ പുറത്താണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്.
മുൻ സർക്കാരിൻ്റെ കാലത്ത് നവകേരള സദസ്സിൻ്റെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ച 868 കോടി രൂപയുടെ പദ്ധതികളിൽ ഡിപ്പോ നവീകരണം എന്ന പ്രവൃത്തിയും ഉൾപ്പെട്ടിരുന്നു. ഈ പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് മുഖേന നിർവഹിക്കുന്നതിന് 7 കോടി രൂപയുടെ ഭരണാനുമതി 29/1/26 ജിയോ അനുസരിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത പ്രവൃത്തിക്കായി ഭരണാനുമതി നൽകിയ ശീർഷകം അത് ഒരു കൺഫ്യൂഷനായിപ്പോയി. അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ശീർഷകം. പ്രൈസ് സോഫ്റ്റ്വെയർ മുഖേന മാപ്പ് ചെയ്യുവാൻ പൊതുമരാമത്ത് വകുപ്പിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സങ്കീർണമായിട്ടുള്ളത്. എന്തായാലും അത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് അവിടെ സ്ഥലം സന്ദർശിക്കുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി MLA-മാരുടെ അധ്യക്ഷതയിൽ വരും. ആ കാര്യത്തിൽ മിനിസ്റ്റർ എന്ന രീതിയിൽ ഞാനിവിടെ പോകുന്നതാണ്. പ്രശ്നം പരിഹരിക്കും. ചാവക്കാട് കിഴക്കേ ബ്ലാങ്ങാട് മീൻ കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാൻ സ്കൂട്ടറിൽ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പുന്ന സ്വദേശികളായ പച്ചാമ്പിള്ളി രഞ്ജിത്ത് ഭാര്യ മഞ്ജു, സഹോദര ഭാര്യ ശ്രീഷ്ണ, 1.5 വയസ്സുകാരനായ മകൻ കൃഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ പിക്കപ്പ് വാൻ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോയും സ്വീഡനെ തകർത്ത് ഫ്രാൻസും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. ഇന്നത്തെ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ഇക്വഡോറിനെതിരെ മെക്സിക്കോയുടെ വിജയം. ആദ്യ പകുതിയിലായിരുന്നു 2 ഗോളുകളും പിറന്നത്. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്വഡോർ താരം പിയറോ ഹിൻകാപ്പിക് വായപൊത്തി സംസാരിച്ചതിന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ 10 പേരുമായാണ് ഇക്വഡോർ മത്സരം പൂർത്തിയാക്കിയത്. പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തിലെ വിജയികളെയായിരിക്കും മെക്സിക്കോ നേരിടുക. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സ്വീഡനെ മുൻ ചാമ്പ്യന്മാർ തകർത്തത്. ഫ്രാൻസിനായി ബാഡ്ലി ബാർക്കുളയും ഗോൾ നേടി. ഇരട്ട ഗോൾ നേട്ടത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് 28-കാരനായ എംബാപ്പെ സ്വന്തമാക്കി. നോക്കൌട്ട് മത്സരങ്ങളിൽ ഇതുവരെ 10 ഗോളുകളാണ് എംബാപ്പയുടെ സമ്പാദ്യം. അതേസമയം പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീലിനെ നോർവേ നേരിടും. ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. 1998 ശേഷം ആദ്യമായാണ് നോർവേ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശനം നേടുന്നത്. സ്പോർട്സ് ഡെസ്ക് TCV. വന്യവിസ്മയങ്ങളുടെ കാനന കാഴ്ചകൾ ഒരുക്കി വനം വകുപ്പിന്റെ ഫോട്ടോ പ്രദർശനം. കാട്ടുപട്ടിയും ആനയും കടുവയും മൂങ്ങയും ചിത്രശലഭങ്ങളും വിവിധങ്ങളായ പക്ഷികളും വേറിട്ട കാഴ്ചകളായി. വനമഹോത്സവത്തിന്റെ ഭാഗമായി പീച്ചി വന്യജീവി ഡിവിഷനിലെ ഒളകര ഫോറസ്റ്റ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിലാണ് വനം വന്യജീവി പരിസ്ഥിതി ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. പന്തലാംപാടം മേരിമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഫോട്ടോ പ്രദർശനം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വി അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആൻസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാടിന്റെ സഹകരണത്തോടെ നടന്ന പ്രദർശനത്തിൽ 400-ലധികം ഫോട്ടോകളാണ് ഉണ്ടായിരുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, മെഡിസെപ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് സമിതി അംഗം MG പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MS ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ പത്മിനി ഷാജി, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, NGO സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിത രവീന്ദ്രൻ, പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന സമിതി അംഗം J രമാദേവി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MS മോഹനപ്രസാദ്, ജില്ലാ സെക്രട്ടറി PS സജീവൻ, വൈസ് പ്രസിഡന്റ് PS നാരായണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി തൃശൂർ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഡോക്ടർമാരെ ആദരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KK അനിൽരാജ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TN അനൂപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി.
ഞാനൊരു കൃഷിക്കാരനാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ. പരിസരമാണ് നിൽക്കുന്നത്. സാറേ ഇന്നലെ വിളിച്ചപ്പോൾ ആശുപത്രി എനിക്ക് പരിചയമൊന്നുമില്ല. എനിക്ക് പരിചയമുള്ള ഇവിടെ എന്തായാലും തൃശൂരിൽ ആദ്യമായി നടന്ന ഹാൻഡ് ഹെൽഡ് റോബോട്ടിക് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരം. അയ്യന്തോളിലെ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ അൽത്താഫ് മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് സ്വകാര്യ ആശുപത്രിയിൽ ജില്ലയിലെ ആദ്യ ഹാൻഡ് ഹെൽഡ് റോബോട്ടിക് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത്. ബ്രിട്ടീഷ് കമ്പനിയുടെ റോബോട്ട് ഉപയോഗിച്ചായിരുന്നു ശസ്ത്രക്രിയ. റോബോട്ടിക് സിസ്റ്റം സർജന് തത്സമയ വിവരങ്ങളും മാർഗനിർദ്ദേശവും നൽകുന്നതിനാൽ കൂടുതൽ കൃത്യത കൈവരിക്കാൻ സഹായിക്കുമെന്നതാണ് ഈ ശസ്ത്രക്രിയയുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. രോഗിയുടെ അസ്ഥിയുടെ ഘടന അനുസരിച്ച് ഇംപ്ലാന്റ് വളരെ കൃത്യമായി സ്ഥാപിക്കാനും ആവശ്യമായ അളവിൽ മാത്രം അസ്ഥി നീക്കം ചെയ്യുന്നതിനാൽ ആരോഗ്യകരമായ അസ്ഥി കൂടുതൽ സംരക്ഷിക്കപ്പെടുകയും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദനയും വീക്കവും കുറയ്ക്കാനും മിക്ക രോഗികൾക്കും സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് താരതമ്യേന വേഗത്തിൽ മടങ്ങാൻ കഴിയുമെന്നതും പ്രത്യേകതകളാണ്. ഡോക്ടർ നിതിൻ, ഡോക്ടർ സിജി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. അന്തിക്കാട് ഭിന്നശേഷിക്കാരായ ലോട്ടറി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്ന ചൊവ്വല്ലൂർ സ്വദേശി കബീറിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ MLA CC മുകുന്ദന്റെ സഹോദരൻ ലോട്ടറി വിൽപ്പനക്കാരനായ നടരാജൻ, പ്രിയ എന്നിവരിൽ നിന്നാണ് ഇയാൾ ടിക്കറ്റുകൾ കവർച്ച ചെയ്തത്. പ്രതിയെയും കൊണ്ട് പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ലോട്ടറി വാങ്ങാനെന്ന വ്യാജേനെത്തി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർച്ച ചെയ്ത കേസിലാണ് ചൊവ്വല്ലൂർ പുളിച്ചാരം വീട്ടിൽ കബീറിനെ അന്തിക്കാട് പോലീസ് ഗുരുവായൂരിൽ നിന്ന് പിടികൂടിയത്. രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി മുൻപും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിഷ്ണു, ASI കൃഷ്ണകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, ഗോപകുമാർ, കൃപാഷ്, കൃഷ്ണദാസ്, ഡ്രൈവർ സാജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഓയിസ്ക ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രി ക്യാന്റീനിൽ നടത്തിയ പ്രമേഹ രോഗികൾക്കുള്ള നാടൻ സായാഹ്ന ഭക്ഷണങ്ങളുടെ പ്രദർശനം ഔഷധി ഡയറക്ടർ ഡോക്ടർ TK ഹൃദിക് ഉദ്ഘാടനം ചെയ്തു. ഓയിസ്ക ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ KS രജിതൻ അധ്യക്ഷത വഹിച്ചു. അമല ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഔഷധി ഫിനാൻഷ്യൽ കൺട്രോളർ PM ലതാകുമാരി, ഡോക്ടർ TA സുന്ദർ മേനോൻ, ഡോക്ടർ സോണി പീറ്റർ, PA വേണുഗോപാലൻ, E സത്യഭാമ, PM സുധ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,905 രൂപ, പവന് 1,03,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധനവില വർധനവും കാരണം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ 100ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സ് സമരം ഒത്തുതീർപ്പാക്കുന്നതിനെ വിളിച്ചു ചേർത്ത മന്ത്രിതല ചർച്ച പരാജയം. സമരം തുടരുമെന്ന് UN. സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേയിലെ കരാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങൾ. അവഗണന പതിവായതോടെ പണിമുടക്കി ജീവനക്കാർ. അപകട ഭീഷണി സൃഷ്ടിച്ചു നിന്ന അയ്യന്തോളിലെ ബഹുനില കോർപ്പറേഷൻ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങി. ആശങ്ക അകലുന്നതിന്റെ ആശ്വാസത്തിൽ വ്യാപാരികളും യാത്രക്കാരും. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം. തൃശൂർ കുന്നംകുളം റോഡ് പുറ്റേക്കരയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോയും സ്വീഡനെ തകർത്ത് ഫ്രാൻസും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. ഇന്നത്തെ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.